യൂട്യൂബ് വ്ലോഗിങ്ങിലൂടെ ജീവിതം അടിമുടി മാറ്റിമറിച്ച ബ്യൂട്ടി ഫാഷൻ വ്ലോഗറാണ് ഗ്ലാമി ഗംഗ. തിരുവനന്തപുരം സ്വദേശിനിയായ ഗംഗ വളരെ നിർധന കുടുംബത്തിലെ അംഗമായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ശേഷം അമ്മയെയും സഹോദരിയെയും സംരക്ഷിച്ചതും കുടുംബം മുന്നോട്ട് കൊണ്ടുപോയതുമെല്ലാം ഗംഗ ഒരാളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. എല്ലാവരും ഒരുപോലെ കൊതിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എന്നാൽ പലതവണ ക്ഷണം ലഭിച്ചിട്ടും ഗംഗ പോയിട്ടില്ല. എല്ലാ ബിഗ് ബോസ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പും എനിക്ക് വിളി വരുമായിരുന്നു. എനിക്ക് 1.5 ലക്ഷം രൂപ വരെ പ്രതിഫലം പറഞ്ഞാണ് എന്നൊക്കെ പ്രചരിച്ചു. ഞാൻ കണ്ടു. ആഹാ, കൊള്ളാമല്ലോ എന്നാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. എനിക്കാ ഷോ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണെന്നും തോന്നിയിട്ടില്ല. 21ഓ 22ഓ വയസ്സിലാണ് ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകുമായിരുന്നു. അടിയും ഇടിയും ഉണ്ടാക്കി നടക്കുകയും ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്ന് കരുതൂ, ഞാൻ പ്രതികരിക്കില്ല, മിണ്ടാതിരിക്കും. 2 വർഷം കൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അതാണ്. നീ ഇതാണ് എന്നൊരാൾ പറഞ്ഞാൽ അതെ, ഞാൻ അങ്ങനെയാണ് എന്നങ്ങ് സമ്മതിച്ചേക്കും. കാരണം എനിക്ക് വയ്യ അടിയുണ്ടാക്കി ഞാൻ ശരിയാണെന്ന് തെളിയിക്കാൻ. എനിക്കത് പറ്റില്ല. ബിഗ് ബോസ് എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോമല്ല. ഫുഡില്ലാതെ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഫോണില്ലാതെ പിന്നെയും ഞാൻ ജീവിക്കും. അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണം. ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ഒരു സ്പർശനം എനിക്ക് വേണം. അതുപോലെ എൻ്റെ പൂച്ചയും പട്ടികളുമില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒട്ടും പറ്റില്ല. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ എൻ്റെ പൂച്ചകളെ എടുത്തു വെച്ച് മണപ്പിക്കുന്നയാളാണ് ഞാൻ. കാറ്റ് ലവേഴ്സിന് ഇതൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. പൂച്ചകളുടെ രോമം അലർജിയുണ്ടെങ്കിലും എന്നാലും അവരെ ഞാൻ എടുത്ത് മണപ്പിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നും. 3ാമത്തെ സീസൺ മുതൽ എനിക്ക് വിളി വരുന്നുണ്ട് എന്നും ഗംഗ പറയുന്നു. അടുത്തിടെയായിരുന്നു സുഹൃത്തായ വിഷ്ണുവുമായി ഗംഗയുടെ വിവാഹം നടന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതമായിരിക്കരുത് തൻ്റേത് എന്നാഗ്രഹിച്ചാണ് ഗ്ലാമി ഗംഗ അപ്പുവിനെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത്. വിവാഹം ഗുരുവായൂരിൽ വെച്ചായിരുന്നു. കാർത്തിക്, സൂര്യ, വർഷ, ശരണ്യ തുടങ്ങിയ യൂട്യൂബ് ലോകത്തെ ഗ്ലാമിയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം വിവാഹത്തിൽ സാക്ഷിയാകാൻ എത്തിയിരുന്നു. വിവാഹം വളരെ സിമ്പിളായിരുന്നുവെന്നും തുടക്കത്തിലെ ഗംഗ പറഞ്ഞിരുന്നു.